നിങ്ങൾ അറിഞ്ഞ നമ്മുടെ നുസ്രത്ത് താത്തയില്ലേ, അതോടൊപ്പം തന്നെ നമ്മുടെ ജാമിദ ടീച്ചറെന്ന് ഞാൻ വിളിക്കത്തില്ല. അവരെന്തിൻ്റെ ടീച്ചറാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥങ്ങളിട്ട് നമ്മൾ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ജാമിദ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അവർക്ക് അത്രയും മതി. പിന്നെ നമ്മുടെ ഗുരുമൂർത്തി സ്വാഗർ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സാധാരണ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ ചലം എന്ന് പറയുന്ന ഒരു സെപ്റ്റി ടാങ്കിനകത്ത് വന്നിരിക്കും. എന്നിട്ട് അതിനകത്ത് വന്നിരുന്നുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നവരാണ് ഇവരെന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ ഈ നുസ്രത്തിനെയും അല്ലെങ്കിൽ ഈ ജാമിദാനെയും ഈ ആരിഫ് എന്ന് പറയുന്ന വേട്ടാവളിയനെയും ഈ ഊളകളെയൊക്കെ ആരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് കേരളത്തിൽ അരിയാഹാരന് നിന്ന മനുഷ്യർക്കൊക്കെ മനസ്സിലാവും. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ചലം ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു ചർച്ചയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നിട്ടുള്ളൊരു സംഭവം, വീട്ടിൽ പ്രസവം നടത്തി ആ ഒരു സഹോദരി മരണപ്പെട്ടു പോയത്. ആ നാറിനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അവനൊന്നും പുറലോകം കാണാൻ പാടില്ല, മുസ്ലിം നാമധാരിയാണ്, ഇസ്ലാം വേഷത്തിലാണ്, ഇവനെന്തോ വലിയ ഔലിയോ തങ്ങളാണെന്നൊക്കെ ആയിരുന്നു ആ നാറി പറഞ്ഞത്. അവനിക്ക് കിട്ടേണ്ട നിയമത്തിന്റെ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവൻ അതിനകത്ത് നിരപരാധിയാണോ എന്നൊന്നും ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനകളോ ഒരു മുസ്ലിം നേതാക്കളോ പറയില്ല. പക്ഷേ അതിനെ എടുത്തുകൊണ്ട് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടും ആ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടൊക്കെ ഇവരിങ്ങനെ നിരന്തരം ഇങ്ങനെ ചാപ്പ് കുത്താറുണ്ട്, മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാറുണ്ട്. എന്നാൽ ഇവിടെ മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമാണോ 5ഉം 6ഉം കുട്ടികൾ ഉണ്ടാകുന്നത്? ഒന്നുമല്ല. നിങ്ങളൊന്ന് തിരിഞ്ഞങ്ങോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കൊല്ലത്ത് നിന്ന് 8 നിലയിൽ പൊട്ടിയിട്ടുള്ള ഒരാളുണ്ടല്ലോ, മുറ്റത്ത് മറ്റേ കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കോരി കുടിക്കുമ്പോൾ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരമ ഊളയില്ലേ, ഇവരുടെയൊക്കെ കുടുംബത്തിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പിന്നെ നമ്മുടെ ശോഭ ചേച്ചി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കുട്ടികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതിങ്ങനെ കൊടുക്കുമ്പം 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത്, അതില്ലാതെ എത്രയോ കുടുംബങ്ങളിൽ കിടന്നുകൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളെയൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്നും വേണ്ട രീതിയിൽ നോക്കാതൊക്കെ വരുമ്പോഴാണ് ഇതുപോലൊക്കെ പിഴച്ചു പോകുന്നത്. അല്ലെങ്കിൽ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം നാമവും പേറിക്കൊണ്ട് ഈ ചാനലിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത്. നിനക്കൊന്നും ഇതിനോട് താല്പര്യമില്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ പേരൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോണോന്നേ, എന്തിനാണ് ഈ കിടന്ന് വലിഞ്ഞു കയറുന്നത്? എന്തായാലും ഇതിനൊക്കെ ഉണ്ടല്ലോ നല്ല ചുട്ട മറുപടി കൃത്യമായിട്ട് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാല്ലേ. ആദ്യം നമുക്ക് നുസ്രത്ത് താത്ത ഈ ചലം ചാനലിനകത്ത് കിടന്നുകൊണ്ട് ഈ ചലയ്ക്കുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വരാം. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെ പറയാ, തെണ്ടി തന്നെ വിളിക്കാം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. തെറ്റി, നമ്മളല്ല ഈ തെണ്ടിന്ന് വിളിച്ച. ഇവക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാളെയാണ് അവൾ തെണ്ടിന്ന് വിളിച്ചത്. കാരണം അതാണല്ലോ നടക്കുന്നത്. ഇവൾ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോലും ഇങ്ങോട്ട് തുടങ്ങണം. അപ്പൊ ആ തെണ്ടി കഥകൾ വന്നിരുന്നിട്ട് പറയുന്ന ഈ തെണ്ടികൾക്ക് ഒരു തെണ്ടിയുടെ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഉസ്താദ് പറയുന്ന കൂടെ ഒന്ന് കേട്ടോ. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. നമ്മളെയൊക്കെയാണ് ഈ തെണ്ടിന്ന് വിളിച്ചത്. എന്തിനാന്ന് കേൾക്കണം. ഈ വിളിക്ക് നമ്മൾ അർഹരാകാനുള്ള കാരണം എന്താണെന്ന് കേൾക്കുമ്പോഴാണ് കൗതുകം. എന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കാര്യം നിസ്സാരമല്ല കേട്ടാ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ഇൻഷേറ്റ് എടുത്ത് രംഗത്തിറങ്ങിയ 2 ധീര യോദ്ധാക്കളായ വനിതകളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അഭിപ്രായം പറയുന്നത് ചെറിയ വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾ കൊല്ലം പ്രസവിക്കുന്നു, 5ഉം 6ഉം പ്രസവിക്കുന്നു, മറ്റു കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാൻ കഴിയാതെ അത്രയും ദാരുണമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് മുസ്ലിം സ്ത്രീകൾ കടന്നു പോകുന്നത്. എന്നാൽ നുസ്രത്ത് താത്ത ഈ അവസ്ഥ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്. ഇത് കണ്ടു നോക്ക്. നോക്ക്. മുസ്ലിം സ്ത്രീ അല്ല കേട്ടാ, ആ ദമ്പതിമാരും മുസ്ലിങ്ങളല്ല. ഒരാൾക്ക് 5 വീതം കുട്ടികളുണ്ട്. എന്ത് രസമാണ് കാണാൻ, കാഴ്ച കാണാൻ എന്ത് രസമുണ്ട്. കണ്ടിട്ട് കൊതിയാണ്. വളച്ചവനെ നമ്മുടെ മുറ്റം നിറച്ച് ഉള്ളാരെ തരണേ. എന്ത് കൊതിയാണ് കണ്ടിട്ട്. മാഷാ അല്ലാഹ്. ആ കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് ആ ദമ്പതിമാരുടെ ആ സന്തോഷം കണ്ട. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവർ പട്ടിണിയൊന്നുമില്ലല്ലോ, ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതാണ് കഴിവുള്ളവൻ. ഈ പണ്ടൊരു തമാശക്കൊരു പാട്ട് പാടും, കാശുള്ളവൻ സിസർ വാങ്ങി വലിക്കുമ്പോൾ കാശില്ലാത്തവൻ കാജാവീടി വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ പിള്ളേരെ ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്തവൻ ഇങ്ങനെ മതിലുമേ കയറി അല്ലെങ്കിൽ കലങ്ങി കയറി ഇരിക്കും. എന്നിട്ട് കൊതിയും നുണയും പറയും. അവർക്ക് 5 പിള്ളേരുണ്ട്, 6 പിള്ളേരുണ്ട്, കുറെണ്ണം കുറെണ്ണം പെറുന്നില്ല. ഉള്ളവൻ ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇങ്ങനെ ഇരുന്നും മൂടുപോയി. ഇതിനെ പിന്നെ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. തെറ്റിപ്പോയി. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാ. ആ പരിശ്രമം പ്രസവത്തിന്റെ സമയത്തല്ല ഈ ജിഹാദ് ഉള്ളത്. ഈ പ്രസവത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്.
തെറ്റിപ്പോരുത്, കറക്റ്റ് പറ. പറഞ്ഞിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങും. നുസ്രത്ത് പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ പർദ്ദാധാരണ കൊണ്ട് ഉണ്ടായതെന്താ? പാർശ്വവൽക്കരിക്കപ്പെട്ടു, അരികവൽക്കരിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു സമൂഹത്തിൽ നിന്ന്. നുസ്രത്ത് പറയുന്നത് കുഴപ്പമില്ല, കാരണം അതിനെ നമ്മൾ ആ സെൻസിൽ എടുത്താൽ മതി. പക്ഷേ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ ആ വസ്ത്രധാരണ കൊണ്ട് മുന്നേറ്റമാണോ അല്ല പിന്നോക്കാവസ്ഥയിലേക്കാണോ വന്നത്? വിവരവും ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സഹോദരി പറയും, നമുക്ക് കേൾക്കാം. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷൻ ആണ്, മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടില്ല. അതാണ്. അപ്പൊ ഇത്തവണ കർണാടകയിൽ ടോപ്പറാര ഹിജാബ് ധരിച്ച പെൺകുട്ടിയാണ്. അവള് അധ്വാനിച്ച് പഠിച്ചു, സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് എത്തി, നല്ല വിദ്യാഭ്യാസ യോഗ്യതയും കിട്ടിയപ്പോൾ നല്ല ജോലിയും അതോടൊപ്പം കരഗതമായി. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേനെ ഘോരം സംസാരിക്കുന്ന, ഹിജാബിനെയും പ്രധാനയും നിരന്തരമായി ആക്ഷേപിക്കുന്ന ഈ പറയപ്പെട്ട കക്ഷികൾ ആരെങ്കിലും ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾ നേടിയ സ്ഥാനത്തിന്റെ 7 അയലത്ത് വന്നിട്ടുണ്ടോ? അതിൽ മുകളിലിരിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ലോകത്തിലായിരുന്നെങ്കിൽ ഇവരൊക്കെ അന്നമുട്ടി പോയനെ. ഈ മതത്തെയും വിശ്വാസികളെ തെറി പറഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആ ടീച്ചർ എന്ന് വിളിക്കുന്നില്ലേ, അംഗനവാടി ടീച്ചർ പോലല്ല. അവര് ജീവിക്കുന്നത് ഈ ഇസ്ലാമിനെ തെറി പറഞ്ഞിട്ടാ. മറ്റൊരാളുണ്ട്, അവരുടെ പേരെ അവിടെ പറയുന്നില്ല. ആ പറയപ്പെട്ട ആള് സ്വസമുദായത്തെ വഞ്ചിച്ച് ആ മതത്തെ നിരന്തരമായി ആക്ഷേപിച്ച് ആ മതത്തെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സുഖിപ്പിച്ചും അവരെ തടവിയുമാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഹിജാബ് ധരിച്ച പെണ്ണ, അവള് പഠിക്കുന്നുണ്ട്, അവര് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അവരുടെ പൗരാവകാശങ്ങൾ അവർ നേടിയെടുക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട സ്ഥാനങ്ങളും ഒക്കെ അവർ പ്രയത്നിച്ചും യത്നിച്ചും അവർ നേടിയെടുക്കുന്നുണ്ട്. അപ്പോഴിവിടെയൊക്കെ ചിലരെ എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നാണ്. അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. വയറിൽ താങ്ങി. സാധാരണ എല്ലാ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളെ വയറിലാണ് താങ്ങുന്നത്. അത് 5 പെറ്റാലും 10 പെറ്റാലും വയറ്റിൽ തന്നെയാണ് താങ്ങല്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ വേറെ എവിടെയെങ്കിലും താങ്ങലുണ്ടാ? ഇനി അടുത്ത ചോദ്യം, ഈ 5 പ്രസവിച്ചതും ഏതുവഴിയാന്ന് വല്ല അഭിപ്രായം, അങ്ങനെ വല്ല സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ആ ചാനൽ ഓഫ് ആക്കിയിട്ട് എന്റെ നമ്പറിട്ട് വിളി, ഞാൻ പറഞ്ഞുതരാം ഏതുവഴിയാണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്തായാലും കർണാടകത്തിൽ നിന്നുള്ള മറ്റൊരു ഹിജാബിന്റെ കാര്യം പറയേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൂട്ടം സംഘി കോമരന്മാർ ആ ഒരു പർദ്ദ ധരിച്ച ഒരു പെൺകുട്ടിയുടെ നേരെ വന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് അവന്മാരുടെ മുമ്പിൽ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം കണ്ടാൽ മതി. ഈ പെറ്റു കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പെറാത്തതിനോ അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെയൊക്കെ കെട്ടിയവന്മാരുടെ കഴിവുകേടാണ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്തായാലും 1ഉം 2ഉം അല്ല 3ഉം 4ഉം ഒക്കെ കെട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ചർച്ചയിലൊക്കെ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരുടെ കഴിവുകേടാ? എന്തായാലും കഴിവുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. എന്തായാലും നീയൊക്കെ ആർക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്ന അവരിൽ ചില ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ കണക്ക് 3ഉം 4ഉം 5ഉം മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കുക. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ ഇനി മക്കളെയൊക്കെ ഒന്ന് നല്ല രീതിയിലെങ്കിലും ഒന്ന് നോക്കാൻ, ഉള്ളതിനെങ്കിലും നല്ല രീതിയിലൊന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. എന്തായാലും ഉസ്താദിന്റെ നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ്, തെളിവ് സഹിതമാണ് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും